വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് മലയാളികളെ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് വെളിച്ചെണ്ണയുടെ വില കൂടിക്കൊണ്ടിരിക്കുന്നത്. മലയാളികളുടെ അടുക്കളയിൽ ഏറ്റവും അവിഭാജ്യ ഘടകമാണ് തേങ്ങയും വെളിച്ചെണ്ണയും. എന്നാൽ ഇതിൻ്റെ വില ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന തേങ്ങയുടെ ഏറിയ പങ്കും ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ, ഇന്ത്യ എന്നീ രാജ്യങ്ങളിലാണ്. ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്നത് ഫിലിപ്പീൻസാണ്. 17.13 ദശലക്ഷം മെട്രിക് ടൺ ഉൽപ്പാദിപ്പിക്കുന്നു. രണ്ടാം സ്ഥാനം ഇന്തോനേഷ്യയാണ്, 14.77 ദശലക്ഷം മെട്രിക് ടൺ. മൂന്നാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്, അത് 14.68 ദശലക്ഷം മെട്രിക് ടൺ ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രധാന നാളികേര ഉൽപ്പാദക രാജ്യങ്ങളായ ഫിലിപ്പീൻസും ഇന്തോനേഷ്യയും അവരുടെ ആഭ്യന്തര നാളികേര വ്യവസായ മേഖലയെ ശക്തിപ്പെടുത്താൻ വേണ്ടി പച്ചത്തേങ്ങയുടെ കയറ്റുമതിയിൽ അവർ നിയന്ത്രണം ഏർപ്പെടുത്തി. അതുകൊണ്ട് തേങ്ങയ്ക്ക് ആഗോള ആവശ്യകത കൂടുകയും ചെയ്തു. ഈ നീക്കം ആഗോള വിപണിയിൽ നാളികേരക്ഷാമത്തിന് വഴിയൊരുക്കുമെന്ന ആശങ്കയിൽ ചൈന പോലുള്ള രാജ്യങ്ങൾ വൻതോതിൽ തേങ്ങ ശേഖരിക്കാൻ തുടങ്ങി. ഇങ്ങനെ നാളികേരത്തിന് ക്ഷാമം നേരിടുകയും ഇത് തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെ വില കൂടാനുള്ള കാരണമായി തീരുകയും ചെയ്തു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തെങ്ങ് കൃഷി ചെയ്യുന്ന സംസ്ഥാനം കേരളമാണ്. ദേശീയ ഭൂവിസ്തൃതിയുടെ ഏകദേശം 41% തെങ്ങ് കൃഷി ഒരു കാലത്ത് കേരളത്തിലുണ്ടായിരുന്നു. കേരളം കൂടാതെ തമിഴ്നാട്, കർണാടക, മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അടുത്തിടെ തെങ്ങ് കൃഷി വ്യാപകമായിട്ട് ചെയ്യാൻ തുടങ്ങി. ഇന്ത്യയിൽ ഏകദേശം 45% നാളികേര ഉൽപ്പാദനം ഇപ്പോഴും നടക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ തെങ്ങുകൾക്കുണ്ടാകുന്ന അണുബാധ മൂലം തേങ്ങയുടെ ഉൽപ്പാദനം കുറഞ്ഞു എന്നുള്ളതൊരു സത്യമാണ്. ഇളനീർ കച്ചവടത്തിനും ഷെയ്ക്കുകൾക്കുമൊക്കെ വൻ ഡിമാൻഡ് വന്നതോടുകൂടി കർഷകർ ഇളം തേങ്ങ വൻതോതിൽ വിൽക്കാൻ തുടങ്ങി. അവർക്ക് അതിൽ കൂടി നല്ല വരുമാനവും ലഭിക്കുന്നുണ്ട്. ഇതും ഒരു കാരണമായിട്ട് കാണുന്നു. പണ്ട് കേരളത്തിൽ തേങ്ങ കൊപ്രയാക്കി വെളിച്ചെണ്ണ ചക്കിലാട്ടി എടുക്കുന്ന ഒരു വ്യവസായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇന്ന് ടെക്നോളജിയുടെ വരവോടുകൂടി നാളികേര അധിഷ്ഠിത വ്യവസായങ്ങൾ ധാരാളമായിട്ട് കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഉണ്ട്. ഇതിലൊക്കെ തേങ്ങ ആവശ്യമാണ്. എന്നാൽ നാളികേരത്തിൻ്റെ ലഭ്യത വളരെ കുറവും ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ എന്നിവയുള്ള രാജ്യങ്ങളിലെ തേങ്ങയുടെ നിയന്ത്രണവും ആണ് ഇന്നത്തെ വില കൂടാനുള്ള പ്രധാന കാരണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന സംസ്ഥാനം കേരളമാണ്. കേരളത്തിൻ്റെ അടുക്കളയിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് വെളിച്ചെണ്ണ. എന്നാൽ ഈ വെളിച്ചെണ്ണയുടെ വിലവർധന മൂലം പല അടുക്കളയിലേക്കും ഇപ്പം പാം ഓയിലും മറ്റ് സൺഫ്ലവർ ഓയിലും റൈസ് വാൻ ഓയിലുകളും ഒക്കെ പരീക്ഷിക്കാനായിട്ട് തുടങ്ങി. വില കുറയുന്നത് വരെ മലയാളികൾ അങ്ങനെ ഒരു പരീക്ഷണത്തിലേക്ക് കടന്നതും ഒരു കണക്കിന് നല്ലതാണ്. തേങ്ങയുടെ ഈ ക്ഷാമം മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തിലെ എല്ലാ മലയാളികളും നിങ്ങളുടെ സ്ഥലത്ത് ധാരാളം തെങ്ങും തൈകൾ വെച്ച് വരും വർഷങ്ങളിൽ ഈ തേങ്ങയുടെ ക്ഷാമവും വിലക്കയറ്റവും ഒക്കെ തടയാനായിട്ട് വേണ്ടി നമുക്ക് ശ്രമിക്കാം. തീർച്ചയായിട്ടും തരിശായി കിടക്കുന്ന സ്ഥലത്തും നമ്മുടെ വീടിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലുമൊക്കെ അത്യുൽപാദന ശേഷി കൂടുതലുള്ള തെങ്ങും തൈകൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഭാവിയിൽ നമുക്ക് ഇതുപോലുള്ള വെളിച്ചെണ്ണ വില വർധനവിനും ഒക്കെ നമുക്കൊരു പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.